ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഡീമൾട്ടിപ്ലെക്സേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ എൻകോഡേഴ്സിനെയും ഡീകോഡേഴ്സിനെയും കുറിച്ചിട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ടു ഒക്ടൽ ഡീകോഡറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ. ഇത് മൊഡ്യൂൾ 2 തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആൻഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളിതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മക്സ് ഡിമക്സ് കാര്യങ്ങൾ പറയുമ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ ഓഫ്ലൈനല്ല ഓൺലൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ. അപ്പം കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ സർക്യൂട്ട്സ് അത് ലോജിക് സർക്യൂട്ട്സ് ദാറ്റ്സ് ദ ഔട്ട്പുട്ട് ഓഫ് എ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ഓൺലി. പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തു മൾട്ടിപ്ലക്സേഴ്സ്, ഡിമൾട്ടിപ്ലക്സേഴ്സ്, ഹാഫ് ആഡർ, ഫുൾ ആഡർ, സബ്ട്രാക്ടേഴ്സ്, ഹാഫ് സബ്ട്രാക്ടർ പഠിച്ചു, ഫുൾ സബ്ട്രാക്ടർ പഠിച്ചു, ആൻഡ് കമ്പറേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഈ സർക്യൂട്ട്സിൻ്റെ ഔട്ട്പുട്ട് എന്നത് അതിൻ്റെ പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ടാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറയാൻ കാരണം. ഇനി നമ്മുടെ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ലോജിക് സർക്യൂട്ട്സ് ഹൂസ് output states depend on present input as well as past state of the circuit. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് പ്രസൻറ്റ് ഇൻപുട്ടിനെയും അതുപോലെ തന്നെ പാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സർക്യൂട്ടിനെയും തൊട്ട് മുന്നത്തെ സ്റ്റേറ്റിനെയും ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സർക്യൂട്ട്സിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഇതിനകത്ത് ഇൻ ഓർഡർ ടു സ്റ്റോർ ദി പാസ്റ്റ് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, സം മെമ്മറി എലമെൻറ്റ്സ് ആവശ്യമാണ്. സർക്യൂട്ട്സിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് പ്ലസ് മെമ്മറിയാണ്. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിക്ക് ഒരു മെമ്മറിയും കൂടി ചേർത്തിട്ടുള്ളതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കോമ്പിനേഷണൽ സർക്യൂട്ട് പ്ലസ് മെമ്മറി, ഇതിനെയാണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയാം. കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്ത് എന്തില്ല, മെമ്മറി എലമെൻറ്റ്സ് കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അത് പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. കാരണം അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തില്ല, മെമ്മറി എലമെൻറ്റ്സ് ഇല്ല. സോ ഇറ്റ് ഹാസ് നോ മെമ്മറി എലമെൻറ്റ് എന്ന് നമ്മൾ പറയും കോമ്പിനേഷണൽ സർക്യൂട്ടിനെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് പ്ലസ് മെമ്മറി, ഇതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയും. ശ്രദ്ധിച്ചോളൂ, ഇനി സ്ക്രീനിനകത്ത് കാണുന്നത് കണ്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ഇറ്റ്സ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസൻറ്റ് ഇൻപുട്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഔട്ട്പുട്ട് എന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരം സർക്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്. പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കോളൂ, കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹാസ് നോ മെമ്മറി. അതിനകത്ത് എന്തില്ല, മെമ്മറികൾ കാണപ്പെടുന്നില്ല. ഇറ്റ് ഹാസ് നോ മെമ്മറി എന്നാണ് പറയുന്നത്. കാരണം കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ആശ്രയിക്കുന്നുള്ളൂ, പാസ്റ്റിനെ ആശ്രയിക്കുന്നില്ല. സോ ഇറ്റ് ഹാസ് നോ മെമ്മറി, നോ നീഡ് ഓഫ് മെമ്മറി എന്നാണ് പറയാം. പക്ഷേ സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് എന്തുണ്ട്, ഇറ്റ് ഹാസ് മെമ്മറി ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്, മെമ്മറി കാണപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞില്ലേ എന്താ, ഇൻ ഓർഡർ ടു സ്റ്റോർ ദി പാസ്റ്റ് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം മെമ്മറി എലമെൻറ്റ് കണക്റ്റഡ് ടു ദി സർക്യൂട്ടുമായിട്ട് ചില മെമ്മറികൾ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് അതിനകത്ത് എന്തുണ്ട്, മെമ്മറി എലമെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഇനി കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഫാസ്റ്റർ. അതെന്താണ്, ഫാസ്റ്റർ ആണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്ലോ ആയിരിക്കും.
കോമ്പിനേഷനേക്കാളും സ്ലോവറാണ്. ഇനി കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഈസിയർ ടു ഡിസൈൻ ആണ്. ഡിസൈൻ ചെയ്യാൻ എന്താണ്, വളരെ ഈസിയാണ്. അടുത്ത പോയിന്റ് നോക്കൂ, സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിൽ ദേ ആർ ഡിഫിക്കൾട്ട് ടു ഡിസൈൻ അല്ലെങ്കിൽ ഹാർഡർ ടു ഡിസൈൻ ചെയ്യാൻ എന്താണ്, ബുദ്ധിമുട്ടുള്ളതാണ്. ഡിഫിക്കൾട്ട് ടു ഡിസൈൻ ആണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നോക്കൂ, പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് ലെസ്. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് നമ്മൾ കഴിഞ്ഞ ഒരുപാട് ഇതിന് മുന്നത്തെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്താണ്, കോമ്പിനേഷൻ സർക്യൂട്ടിനകത്ത് കുറവാണ്. അതുപോലെ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ എന്താ, പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് മോർ, അഥവാ പ്രൊപ്പഗേഷൻ ഡിലേ എന്തുണ്ട്, പ്രസൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ടിനും അതുപോലെ തന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് ഒരു പോയിൻറ്റും കൊണ്ട്, കോസ്റ്റ് കുറവാണ് കോമ്പിനേഷൻ സർക്യൂട്ടിൽ, സീക്വൻഷ്യൽ സർക്യൂട്ടിൽ കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്തും ആഡ് ചെയ്യാം, എക്സാമ്പിളുകളായിട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം, മൾട്ടിപ്ലെക്സേഴ്സ്, ഡീമൾട്ടിപ്ലെക്സേഴ്സ്, ആഡേഴ്സ് ആൻഡ് സബ്ട്രാക്ടേഴ്സ്, കമ്പറേറ്റേഴ്സ്, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ലാസ്റ്റത്തെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾ എന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്യണം. എക്സാമ്പിൾ കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, SHIFT, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുക്കും. കോമ്പിനേഷനിൽ മക്സ്, ഡിമക്സ്, ആഡർ, സബ്ട്രാക്ടർ കൊടുക്കാം. സീക്വൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ലൈക്ക് അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ട്, സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സർക്യൂട്ട് പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കോമ്പിനേഷൻ എന്താ, സീക്വൻഷ്യൽ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഈ പോർഷൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ സർക്യൂട്ട്, കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നല്ലേ. അപ്പോൾ അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് നോക്കൂ. ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ സീക്വൻഷ്യൽ സർക്യൂട്ട് വിച്ച് ഹാസ് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്. 2 സ്റ്റേബിൾ സ്റ്റേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മെമ്മറി എലമെൻറ്റിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയാം. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ദേ ആർ മെമ്മറി എലമെൻറ്റ്സ്. നോക്കിക്കോളൂ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആർ ലോജിക് സർക്യൂട്ട്സ് വിച്ച് ക്യാൻ be used to store a single bit of information. They are the basic element of sequential logic circuits. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. Flip flops are logic circuit which can store a single bit of information. Flip flops are logic circuits which can store a single bit of information. ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലോജിക് സർക്യൂട്ടുകളെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എ ഫോം ഓഫ് മെമ്മറി എലമെൻറ്റ്സ്. ഡാറ്റ സൂക്ഷിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിനകത്താട്ടെ ഏതെങ്കിലും സിസ്റ്റത്തിൽ നമ്മൾ ഡാറ്റ സൂക്ഷിച്ച് വെക്കാറില്ലേ, അതിനെ നമ്മൾ മെമ്മറി എലമെൻറ്റ്സ് എന്നല്ലേ പറയാം. അതേപോലെ തന്നെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പും. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്ട് ആസ് എ മെമ്മറി എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദേ ആർ ദി ലോജിക് സർക്യൂട്ട്സ് വിച്ച് ക്യാൻ സ്റ്റോർ എ സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഒരു സിംഗിൾ ബിറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയാം. ദേ ആർ ദ ബേസിക് എലമെൻറ്റ് ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൻ്റെ ബേസിക് എലമെൻറ്റുകളാണ് എന്ത്, ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൻ്റെ ബേസിക് എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ എന്ത് പറയും, എ ബൈ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന പേരും നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പറയപ്പെടുന്നുണ്ട്. ദേ ആർ ഓൾസോ കോൾഡ് ബൈ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ പഠിക്കാനുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതേപോലെ തന്നെ D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനെ ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കൂ. ഈ സ്ക്രീനിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളത് എന്താ, JK ബാർ എന്നൊരു ഫിഗർ കാണിച്ചിട്ടില്ലേ. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടോ, ഇതെന്ത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്? പേരിൽ നിന്ന് തന്നെ ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. JK എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. Q ബാർ എന്ന് പറഞ്ഞ 2 ഔട്ട്പുട്ട് സെക്ഷനുകളാണ്. നെക്സ്റ്റ് സ്റ്റേറ്റിനെയും പ്രസൻറ്റ് സ്റ്റേറ്റിനെയും കാണിക്കുന്ന 2 സെക്ഷനുകളാണെന്ത് Q ബാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് നോക്കൂ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്. 2 സ്റ്റേബിൾ സ്റ്റേറ്റുകളാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. JK, ദ സ്റ്റേറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ അപ്ലൈയിങ് സിഗ്നൽ. It can
സ്റ്റോർ 1 ബിറ്റ് അറ്റ് എ ടൈം. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ബേസിക്കായിട്ട് എന്താ ചെയ്യുക, ഒരു സമയത്ത് ഒരു ബിറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ സ്റ്റേറ്റ് ക്യാൻ ബി ചേഞ്ച് ബൈ അപ്ലൈയിങ് സിഗ്നൽ. നമ്മൾ സിഗ്നൽ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ കാണുന്ന ഇവിടെ ഒരു ജെ ഒരു അടയാളപ്പെടുത്തിയത് കണ്ടോ, അതുപോലെ കെ അടയാളപ്പെടുത്തിയത് കണ്ടോ, ഇൻ ബിറ്റ്വീനായിട്ടൊരു ലൈനും കൂടെ ഞാൻ കൊടുത്തത് കണ്ടോ, അതിനെയാണ് നമ്മൾ ആ ഒരു ലൈനിനെയാണ് നമ്മൾ ക്ലോക്ക് ലൈൻ അഥവാ ക്ലോക്ക് സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അഥവാ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള സിഗ്നലാണ് ലൈനാണ് ആ വരച്ചിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും അല്ലേ. ഇറ്റ്സ് എ ബൈനറി സ്റ്റോറേജ് ഡിവൈസ്. ഇത് എന്താണ്, ഒരു ബൈനറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. നമ്മുടെ ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഏതൊരു സിസ്റ്റം നമുക്ക് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അഥവാ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സർക്യൂട്ടറിക്ക് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എലമെൻറ്റിന് എന്ന് വേണം, സിഗ്നൽ കൊടുക്കണം അല്ലേ, ഒരു പെർട്ടിക്കുലർ സിഗ്നൽ കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സർക്യൂട്ടറിയിലും നമുക്ക് എന്തുണ്ടാവും, ഒരു പിന്ന് കാണപ്പെടുന്നുണ്ടാവും. പിൻ അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോക്ക് സിഗ്നലോ എന്തെങ്കിലും ഒരു സെക്ഷന് കാണപ്പെടുന്നുണ്ടാവും, ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററോ എന്തെങ്കിലും സംതിങ് ലൈക്ക് ദാറ്റ് കാണപ്പെടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് അഥവാ ഇനേബിൾ എന്ന് പറഞ്ഞ പിന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തുള്ളത്. ഇനി നോക്കൂ, നമ്മുടെ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കൂ. ഇവിടെ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അടുത്ത നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഗേറ്റഡ് SR ലാച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഗേറ്റഡ് SR ലാച്ച് എന്ന് നമ്മൾ പറയും. ലാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുകളിൽ കൊടുത്ത് കണ്ടോ, അസിൻക്രണസ് ആൻഡ് ആൻ ഔട്ട്പുട്ട് ക്യാൻ ചേഞ്ച് ആസ് സൂൺ ആസ് ദ ഇൻപുട്ട് ഓർ ആഫ്റ്റർ സ്മോൾ പ്രൊപ്പഗേഷൻ ഡിലേ. ലാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് ക്യാൻ ചേഞ്ച് ആസ് സൂൺ ആസ് ദ ഇൻപുട്ട് കൊടുത്ത് അപ്പം തന്നെ എന്താണ് ഔട്ട്പുട്ടിനകത്തൊരു ചേഞ്ച് സംഭവിക്കും. അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു മൈന്യൂട്ട് ഡിലേക്ക് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണെന്ത് ലാച്ച് എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ ഗേറ്റഡ് SR ലാച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഗേറ്റഡ് SR ലാച്ച് റിക്വയർ എൻ ഇനേബിൾ ഇൻപുട്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എന്ത് വേണം, ഒരു ഇനേബിൾ ഇൻപുട്ട് നമുക്ക് വേണം. SR input will control the state of the flip-flop only when enable is high. enable എന്ന് പറഞ്ഞ പിന്നെ ഹൈ ആയാൽ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ക്ലോക്ക് എന്നാണ് ഞാൻ പേര് കൊടുത്തത്. ക്ലോക്ക് എന്ന് പറഞ്ഞ ഇൻപുട്ട് ഹൈ ആയാൽ മാത്രം അല്ലേ, ദ SR ഇൻപുട്ട് വിൽ കൺട്രോൾ ദ സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പം ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യുക, SR എന്താ ചെയ്യുക, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുക. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇത് 0 കൊടുത്താൽ 1 ആകുന്നുണ്ടോ, 1 കൊടുത്താൽ 0 ആകുന്നുണ്ടോ, 0 നിൽക്കുന്നുണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുണ്ടോ, ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മൾ ഇനേബിൾ എന്ന് പറഞ്ഞ് പിന്നെ ആക്റ്റീവായാൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മീനിങ് അതാണ്. നമ്മൾ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനേബിൾ നമ്മൾ കൊടുക്കണം, ഇല്ല ഇനേബിൾ ഹൈ ആയിട്ടിരിക്കണം. വെൻ ഇനേബിൾ ഇസ് ലോ, ഇനേബിൾ ലോ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ബിക്കം ഇനാക്റ്റീവ്, ഇൻപുട്ട് എന്തായിരിക്കും, ഇനാക്റ്റീവായിട്ട് കിടക്കും. ആൻഡ് നോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, എന്ത് സംഭവിക്കില്ല, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റും ഇതിനകത്ത് സംഭവിക്കുന്നില്ല. അതാണ് ഗേറ്റഡ് SRനകത്ത് പറയുന്നത്. നോക്കിക്കോളൂ, ഗേറ്റഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫിഗറാണ്, അഥവാ അതിൻ്റെ ഒരു സർക്യൂട്ടറി അല്ല, അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. S കൊടുത്തു, R കൊടുത്തു. എസും ആറും എന്താണ്, ഇൻപുട്ടിൻ്റെ സെക്ഷനുകളാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സെക്ഷനാണ്. ഈ കാണിച്ചിട്ടുള്ള EN എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനേബിൾ. ENABLE, എനേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് കൊടുക്കുന്നു അഥവാ സർക്യൂട്ടിനെ ആക്റ്റീവാക്കാൻ കൊടുക്കുന്ന പിന്നിനെയാണ് നമ്മൾ ഇനേബിൾ എന്ന് പറയുന്നത്, അഥവാ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ സെക്ഷൻ നോക്കൂ, ക്യൂ ബാർ. 2 ഔട്ട്പുട്ട് സെക്ഷനുകളും നമുക്ക് കിട്ടുന്നുണ്ട്. പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഔട്ട്പുട്ട് സെക്ഷനുകളുമാണ് നമുക്ക് കിട്ടുന്നത്. നോക്കിക്കോളൂ, ഇതിനകത്ത് എങ്ങനെയാണ് വർക്കിംഗ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്ലോക്ക് എന്ന് നമ്മൾ കൊടുത്തു. ഈ ഗേറ്റഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ വരച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ടറി നമ്മൾ വരയ്ക്കുക. എങ്ങനെ നോക്കിക്കോളൂ, ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുന്നു. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് നാൻഡ് ഗേറ്റ് എന്താണ്, നാൻഡ് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, കോമ്പിനേഷൻ നമുക്കറിയാം, 0 0 0 1 1 0 1 1. ആ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ കോമ്പിനേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും.
0 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, 1 0 ആണെങ്കിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 1 രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമാണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താവുക 0 അഥവാ ലോ ആയിട്ട് കിട്ടുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഗേറ്റാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, രണ്ട് നാൻഡ് ഗേറ്റ് വരച്ചു, ഇവിടെ രണ്ട് നാൻഡ് ഗേറ്റും വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ നാൻഡ് ഗേറ്റും ഈ നാൻഡ് ഗേറ്റിനും കോമൺ ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഒരു എനേബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, കോമൺ കണക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു ക്ലോക്ക് കൊടുത്തു അല്ലേ. നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട് അല്ലേ, അപ്പോൾ ഒരു ഇൻപുട്ട് നമ്മുടെ ക്ലോക്കിൻ്റെതും ഒരു ഇൻപുട്ട് നമ്മുടെ എസിൻ്റെ ഇൻപുട്ടും ഒരു ഇൻപുട്ട് നമ്മുടെ ആറിൻ്റെ ഇൻപുട്ടും. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫുൾ ഫോം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാൽ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ എസിന് നമ്മൾ സെറ്റ് എന്ന് പറയും, ആറിന് നമ്മൾ റീസെറ്റ് എന്ന് പറയും. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിനകത്ത് രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഒന്ന് എസ് എന്ന് പറഞ്ഞ ഇൻപുട്ടും ഒന്ന് ക്ലോക്കിൻ്റെ ഇൻപുട്ടും. അതേപോലെ രണ്ടാമത്തെ നാൻഡ് ഗേറ്റിനും ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടും ക്ലോക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇൻപുട്ടും. ഇനി നമ്മുടെ അതാണ് ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനകത്ത് നോക്കൂ, വീണ്ടും രണ്ട് നാൻഡ് ഗേറ്റുകൾ. ഒന്നാമത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലോട്ട്, ഇവിടെ വീണ്ടും ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തേതിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നു. അതുപോലെ ഈ നാൻഡ് ഗേറ്റിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഭാഗം നമ്മൾ ഫീഡ് ചെയ്ത് ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നു. ഇവിടെയും ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫീഡ് ചെയ്തിട്ട് ഇൻപുട്ടിലോട്ട് കൊടുക്കും. അതൊരു സിഗ്സാഗ്, ഒരു ക്രിസ് ക്രോസ് രൂപത്തിലാണ് ഇവിടെ വരച്ചിട്ടുള്ള ഫിഗർ. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ക്രിസ് ക്രോസ് ആയിട്ട് വരച്ചിട്ടുള്ളത്. അതായത് ഈ നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട്, ഒന്ന് നമ്മുടെ ഫസ്റ്റത്തേതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ടാക്കി കൊടുക്കുന്നു, അതേപോലെ ഒന്ന് ഔട്ട്പുട്ടിൽ നിന്നൊരു ലൈനും എടുക്കുന്നു. ഇവിടെ നിന്നും ഔട്ട്പുട്ടിൽ നിന്നൊരു ലൈൻ എടുക്കുന്നു, ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ് ക്രോസ് സെക്ഷനാണ്, ഇതൊരു ഡയറക്റ്റ് സെക്ഷനാണ്. ഇവിടെ എന്താ, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ കപ്പിൾ ചെയ്തതാണ്, രണ്ടിനും കൂടെ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്ലോക്ക് നമ്മൾ കൊടുത്തു. ഇതാണ് ഗേറ്റഡ് SR അഥവാ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി നോക്കിക്കോളൂ, ഇതിന് നമ്മൾ Q എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ Q ബാർ എന്നും കൊടുത്തു. ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഈ ട്രൂത്ത് ടേബിളിനകത്ത് നോക്കൂ, ക്ലോക്ക് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, SR Q ബാർ സ്റ്റേറ്റുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷന്, എസ് സെറ്റ് റീസെറ്റിൻ്റെ സെക്ഷന്, Q ബാർ എന്നാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ സെക്ഷൻ, പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ സെക്ഷനാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് എന്താണോ അതാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നോക്കൂ, ക്ലോക്ക് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, 0 എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ എന്താ, ക്ലോക്കിനെ ഞാൻ ആദ്യം 0 ആക്കി മാറ്റി, അഥവാ ഒരു ലോ ആക്കി മാറ്റി, എനേബിളിനെ അഥവാ ക്ലോക്കിനെ ഞാൻ 0 ആക്കി മാറ്റി. അങ്ങനെ ഗേറ്റഡ് SRനകത്ത് നമ്മൾ ക്ലോക്ക് 0 ആക്കി കൊടുത്താൽ ഇവിടെ എന്താ സംഭവിക്കണേ, ഈ രണ്ട് നാൻഡ് ഗേറ്റിൻ്റെയും ഒരു ഇൻപുട്ട് 0 ആയിരിക്കും അല്ലേ, ഇതും 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും. രണ്ട് നാൻഡ് ഗേറ്റിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിരിക്കും. അങ്ങനെ ഗേറ്റഡ് SR ലാച്ചിൻ്റെ വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് 0 ആണെങ്കിൽ therefore irrespective of the second input the output will be high. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് നോക്കൂ, ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ, നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ അടുത്ത നമ്മുടെ ഔട്ട്പുട്ട് എന്നത് എന്തായിരിക്കും, തീർച്ചയായിട്ടും ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഒരു ഇൻപുട്ട് ഓൾറെഡി ഇവിടെ 0 ആണ്. പിന്നെ ഈ രണ്ടാമത്തെ ഇൻപുട്ട് എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് എന്തായിട്ടേ കിട്ടുള്ളൂ, ഹൈ ആയിട്ട് നാൻഡ് ചെയ്തിട്ടുള്ള ഹൈ ഔട്ട്പുട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ, ഇതിനകത്ത് കിട്ടുള്ളൂ അല്ലേ. നോക്കൂ, അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. നമുക്ക് എന്താ, ഔട്ട്പുട്ട് എന്നത് കിട്ടുന്നത് ഹൈ ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും, ഇവിടെയും 1 ആയിരിക്കും. കാരണം ഒരു ഇൻപുട്ട് എന്താണ്, ഇതിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണ്, ഇതിൻ്റെ ഇൻപുട്ടും 0 ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് 0, രണ്ടാമത്തെ എസ് 0 ആണെന്ന് കൂട്ടിക്കോളൂ, 0 × 0 0 അല്ലേ, നാൻഡ് ഗേറ്റിൽ വരുമ്പോൾ 1 എന്ന ആൻസർ കിട്ടും. ഇവിടെയും 0 × 0 0 അല്ലേ, നാൻഡ് ഗേറ്റിൽ വരുമ്പോൾ എന്ത് കിട്ടും, 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൈ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്നത് ഹൈ ആയിട്ടിരിക്കും അല്ലേ. ഇനി ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇതിലോട്ട് കൊടുത്തു, അതേപോലെ ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇതിലോട്ട് കൊടുത്തു അല്ലേ. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല 1 എന്ന് പറഞ്ഞ സംഖ്യ, ഇവിടെ നമുക്ക് 1 കിട്ടി, ഇവിടെയും നമുക്ക് 1 കിട്ടി. ആ 1 നമ്മൾ ഇതിനും കൊടുത്തു, ആ 1 നമ്മൾ ഇതിനും കൊടുത്തു. ഒരു ഇൻപുട്ട് നമുക്ക് ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ ഒരു ഇൻപുട്ടും കൂടെ വേണ്ടേ. വിത്തൗട്ട് നോയിങ് ദ സെക്കൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് കനോട്ട് ബി ഡിറ്റർമൈൻ. ഔട്ട്പുട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. സോ കൺസിഡർ ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ആസ് 0 and 1. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള Q ബാർ നമ്മൾ 0 ആയിട്ടും 1 ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് 1 എന്ന് പറഞ്ഞത് നേരെ ഈ സർക്യൂട്ടിൻ്റെ ഇങ്ങോട്ട് പോകുന്നു,
ഈ 0 എന്നത് നേരെ ഇതുവഴി ഇങ്ങോട്ടും എത്തുന്നു അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന ഇവിടെ അടുത്തുള്ള 0യും ഇവിടെയുള്ള 1ഉം, ഈ 0 ഈ ഔട്ട്പുട്ട് വഴി നേരെ ഈ ഗേറ്റിലെത്തുന്നു. അതേപോലെ ഈ 1 എന്നത് ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഔട്ട്പുട്ട് ഇതുവഴി നേരെ ഈ ഗേറ്റിൻ്റെ ഇങ്ങോട്ടും എത്തുന്നു അല്ലേ? അപ്പോൾ ഈ ഗേറ്റിൽ എന്തൊക്കെ ഇൻപുട്ട് കിട്ടി? 2 ഇൻപുട്ടിൽ ഒന്ന് 1ഉം രണ്ടാമത്തേതും 1 അല്ലേ? ഇവിടെ നോക്കൂ, ഒരു 1ഉം ഒരു 0യും നമുക്ക് കിട്ടും. അങ്ങനെയല്ലേ കിട്ടുക? ഒരു 1ഉം ഒരു 0യും നമുക്ക് കിട്ടും. അപ്പോൾ നോക്കൂ, നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് അങ്ങനെയാണെങ്കിൽ ഇത് 1 × 1 1, ഇവിടെ എത്തുമ്പോൾ 0, ഇവിടെയോ 1 × 0 0, ഇവിടെ എത്തുമ്പോൾ എന്നിട്ടും 1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തും. ഇവിടെ നമുക്ക് 0യും കിട്ടും, ഇവിടെ നമുക്ക് 1ഉം കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ നെക്സ്റ്റ് പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് എടുത്തത്. ഇവിടെ നമ്മൾ 0 അസ്യൂം ചെയ്തെടുത്തു, ഇവിടെ നമ്മൾ 1 എന്ന് അസ്യൂം ചെയ്തെടുത്തു. അങ്ങനെ ആ ഒരു അസംഷൻ വെച്ച് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും അത് തന്നെയല്ലേ? അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത് ക്ലോക്കിന് നമ്മൾ 0 എന്ന് കൊടുത്തു, എസ്സിന് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടില്ല, ആറിന് നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പം അതിനെ രണ്ടിനെ നമ്മൾ ക്രോസ് ചെയ്തിടുന്നു, രണ്ടും ഇൻവാലിഡായിട്ട് കിടക്കുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്യൂ ബാർ പ്രസൻറ്റ് സ്റ്റേറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്തു? 0യും ഇത് നമ്മൾ 1ഉം ആയിട്ട് കൺസിഡർ ചെയ്തു. അതല്ലേ? അതേ വാല്യൂ തന്നെയല്ലേ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റിൽ എന്ത് ചെയ്തു? നോ ചേഞ്ച് എന്ന് എഴുതും. ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. നമ്മുടെ ക്ലോക്കിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് 1, ഇനി മുതൽ നമ്മുടെ ക്ലോക്ക് ആക്റ്റീവ് ആകുമ്പോൾ പോവാം. അപ്പോൾ ക്ലോക്കിന് 1 എന്ന് കൊടുത്തു, എസ്സിന് 0യും ആറിന് 0യും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ക്ലോക്കിന് 1 കൊടുത്തു, എസ്സിന് 0 കൊടുത്തു, ആറിന് 0 കൊടുത്തു. എസ്സും 0 ആണ്, ആറും 0 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ക്ലോക്കിൻ്റെ 1ഉം ഈ 0യും 1 × 0 0 ഔട്ട്പുട്ടിൽ വരുമ്പോൾ 1 എന്ന് നമുക്ക് കിട്ടി അല്ലേ? ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടിയത്? 1 എന്ന് കിട്ടി. ഇവിടെ നോക്കൂ, 1 × 0 ഈ ക്ലോക്കിൻ്റെ 1ഉം അതേപോലെ ഈ 1ഉം നമുക്ക് എന്ത് കിട്ടും? രണ്ടും 0 ആണ് കേട്ടോ. 0 0 ഫസ്റ്റത്തെ കണ്ടീഷനാണ് നമ്മൾ എടുക്കാൻ പോണത്. 0 0. അപ്പോൾ ഈ 1ഉം ഈ 0യും കൂടിയാൽ നമുക്ക് കിട്ടും 1 × 0 0. ഔട്ട്പുട്ടിലെത്തുമ്പോൾ 1 എന്ന് നമുക്ക് കിട്ടി അല്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ക്ലോക്ക് നമ്മൾ 1 ആണ്, എസ്സും ആറും 0 ആണ്. അപ്പോൾ 0 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 0. ഔട്ട്പുട്ടിലെത്തുമ്പോൾ 1. വീണ്ടും 0 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ഔട്ട്പുട്ടിലെത്തുമ്പോൾ 1 എന്ന് കിട്ടും. ആ 1 ആണ് നമ്മുടെ ഈ ആൻഡ് ഗേറ്റിൻ്റെ 1ലോട്ട് കൊടുക്കുന്നത്. അതേപോലെ ഈ 1 ആണ് ഈ ആൻഡ് ഗേറ്റിൻ്റെ 1 ആയിട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഇൻപുട്ട് നമുക്ക് വേണ്ടേ? നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് വേണം? രണ്ടാമതായിട്ട് ഒരു ഇൻപുട്ട് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമതായിട്ട് ഇൻപുട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യും ക്യൂ ബാർ നമ്മൾ വീണ്ടും എടുക്കും, 0യും 1ഉം നമ്മൾ എടുക്കും. ഇതിനെ തൊട്ട് മുന്നേ പറഞ്ഞ അതേപോലെ തന്നെ ഈ 0 എന്ത് ചെയ്യും? ഈ ഗേറ്റിൻ്റെ ഇൻപുട്ടിലോട്ട് പോകുന്നു. അതേപോലെ ഈ 1 എന്ന് പറഞ്ഞ ഈ ഗേറ്റിൻ്റെ ഇൻപുട്ടിലോട്ട് പോകുന്നു. ഈ 1 × 1 1, ഇവിടെ എത്തുമ്പോൾ ഔട്ടിലെത്തുമ്പോൾ 0. 1 × 0 0, ഔട്ടിലെത്തുമ്പോൾ 1. നമുക്ക് എന്ത് കിട്ടും? നോ ചേഞ്ച്. വീണ്ടും ഇതേ കണ്ടീഷൻ തന്നെ കിട്ടും. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടീഷനാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? നോ ചേഞ്ച് അല്ലേ? അതേ കണ്ടീഷൻ തന്നെ നമ്മൾ എസ്സിന് 0യും ആറിന് 0യും കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് കിട്ടും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കൂ. എസ്സിന് 0യും ആറിന് 1ഉം 0 0 കോമ്പിനേഷൻ നമ്മൾ കൊടുത്തു അല്ലേ? ഇനി നമുക്ക് 0 0 കഴിഞ്ഞു 0 1 എന്ന് കൊടുക്കാം. ക്ലോക്ക് എപ്പോഴും ഓൾവേസ് 1 ആണ് കേട്ടോ. അപ്പോൾ 0 × ക്ലോക്കിൻ്റെ 1, 0 × 1 0, ഔട്ടിലെത്തുമ്പോൾ 1, 1 × 1 1, ഔട്ടിലെത്തുമ്പോൾ 0 അല്ലേ? ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി നമ്മുടെ ഇൻപുട്ട് എന്താ? ഈ 1 ആണ് ഈ ആൻഡ് ഗേറ്റിലോട്ടും ഈ 0 ആണ് ഈ ആൻഡ് ഗേറ്റിലെ ഇൻപുട്ടിലോട്ടും പോകുന്നത്. ഇനി നമ്മൾ പറയേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇർറെസ്പെക്റ്റീവ് ഓഫ് സെക്കൻഡ് ഗേറ്റ്, ഈ രണ്ട് ഗേറ്റിനും രണ്ടാമത്തെ ഇൻപുട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി സെക്കൻഡ് ഇൻപുട്ട് ടു ദ ലോവർ നാൻഡ് ഗേറ്റ്, അതായത് ഇവിടെ ലോവർ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ രണ്ടാമത്തെ ഇൻപുട്ട് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി സെക്കൻഡ് ഇൻപുട്ട് ലോവർ നാൻഡ് ഗേറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 1. അതായത് ലോവർ നാൻഡ് ഗേറ്റിൻ്റെ
കണ്ടോ, ഇതാണ് നമ്മുടെ ലോവർ നാൻഡ് ഗേറ്റ്. ഈ ലോവർ നാൻഡ് ഗേറ്റിൻ്റെ ഒരു വാല്യൂ 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇത് 0 ആണെങ്കിൽ, നാൻഡ് ഗേറ്റിൻ്റെ ഈ ഇൻപുട്ട് 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 എന്നിവിടെ അടയാളപ്പെടുത്തുന്നു. ഈ 1 എന്ത് ചെയ്യും? ഈ ആൻഡ് ഗേറ്റിലോട്ട് പോകുന്നു. 1 × 1 1. അപ്പം നാൻഡ് ഗേറ്റിലോട്ട് പോകുമ്പോൾ 0 അല്ലേ? ഈ 0 വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു അല്ലേ? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഇവിടെ നമ്മൾ 0 0 കൊടുത്തു, 0 1 എന്ന കോമ്പിനേഷൻ കൊടുത്തു. 0 1 കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഈ 0 ക്ലോക്കിൻ്റെ 1ഉം 0 × 1 നമുക്ക് കിട്ടി. എന്താണ്? 0 ആണ്. ഇവിടെ എത്തുമ്പോൾ 1, ഇവിടെ എത്തുമ്പോൾ 1. ആ 1 ആണ് ഈ ഗേറ്റിനും കൊടുക്കുന്നത് അല്ലേ? രണ്ടിടത്തും നമ്മൾ വാല്യൂ കൊടുക്കും. 1 ഇവിടെ 0 0 കേട്ടോ, ഇങ്ങനെയാണ് കൊടുക്കുക. ഇനി എന്താ ചെയ്യുക? ഈ ലോവർ നാൻഡ് ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആ 1 നമ്മൾ തിരിച്ച് ഇൻപുട്ടാക്കി കൊടുക്കുന്നു. 1 × 1 ഇവിടെ എന്താ കിട്ടുക? നോക്കിക്കോളൂ, ഇവിടെ എന്താ കിട്ടുക? 1 × 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? നാൻഡ് ഗേറ്റിന് പുറത്തോട്ട് പോകുമ്പോൾ 0 എന്ന് കിട്ടും. ആ 0നെ നമ്മൾ വീണ്ടും ഇതിലോട്ട് ഫീഡ് ചെയ്യുന്നു. കണ്ടോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? 0 × 0 0, പുറത്തെത്തുമ്പോൾ 1 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? 0 1 എന്ന് പറഞ്ഞ SRൽ കൊടുത്ത 0 എന്ന് പറഞ്ഞ ഇൻപുട്ടും R എന്ന് പറഞ്ഞ ഇൻപുട്ടും നമുക്ക് എന്ത് കിട്ടും? ക്യൂ ബാറിൽ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അതായത് 0 എന്ന് പറഞ്ഞ ഇൻപുട്ട് അതേപോലെ 1 എന്ന് പറഞ്ഞ ഇൻപുട്ട് അതേപോലെ നമുക്ക് കിട്ടും. അതായത് റീസെറ്റ് ചെയ്ത് കിട്ടുന്നു. ക്യൂ എന്നത് 0യും ക്യൂ ബാർ എന്നത് 1ഉമായിട്ട് റീസെറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അതാണ് ഈ കണ്ടീഷൻ. അടുത്ത നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S = 1ഉം R = 0യും. S 1ഉം R 0യും ആണെങ്കിൽ ക്ലോക്ക് ഓൾവേസ് 1 ആണ്. 1 × 1 1, ഇവിടെ എത്തുമ്പോൾ 0 തിരിച്ചിട്ട് വരും, ഇവിടെ 1 ആയിട്ട് വരും അല്ലേ? ഇതിൻ്റെ കേസിൽ എന്താ നോക്കിക്കോളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താ? സെക്കൻഡ് ഇൻപുട്ട്, അതായത് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് ലോ ആണ്, 0 ആണ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്താ നമുക്ക് കിട്ടിയേ? 1 ആണ് കിട്ടിയത്. ലോവർ നാൻഡ് ഗേറ്റ് അല്ലേ? ഇവിടെ നോക്കൂ, ഈ കണ്ടീഷനിൽ എന്താ? അപ്പർ നാൻഡ് ഗേറ്റ് ആണ് 0 എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? 1 എന്നിവിടെ അടയാളപ്പെടുത്തും നമ്മൾ. ആ 1 ആണ് തിരിച്ച് വീണ്ടും ഈ ഗേറ്റിൻ്റെ ഇൻപുട്ടിലോട്ട്, ഈ 1 ആണ് തിരിച്ച് ഈ ഗേറ്റിൻ്റെ ഇൻപുട്ടിലോട്ട് വരുന്നത്. കണ്ടോ? 1 × 1 1, നമുക്ക് അവിടെ എത്തുമ്പോൾ 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്തു? SR നമ്മൾ 1 0 എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? 1 0 ആയിട്ട് സെറ്റ് ചെയ്ത് കിട്ടുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 എന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, 1 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ക്ലോക്കിലും 1 അല്ലേ? അപ്പോൾ 1 × 1 1 എന്ന് കിട്ടും. ആ 1 നാൻഡ് ഗേറ്റിൽ പോകുമ്പോൾ എന്താ കിട്ടുക? 0. ഇവിടെയും നമുക്ക് 0 എന്ന് കിട്ടും. രണ്ട് ഇൻപുട്ടും രണ്ട് നാൻഡ് ഗേറ്റും 0 ആണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ബോത്ത് കനോട്ട് ബി ഹൈ ആൻഡ് ബോത്ത് കനോട്ട് ബി ലോ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് രണ്ട് ഗേറ്റുകളുടെ ഇൻപുട്ട് ലോയോ ഹൈയോ ആവാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള എന്താ നോക്കൂ? ക്യൂവും ക്യൂ ബാറുമാണ്. അതായത് ക്യൂ 1 ആണെങ്കിൽ ക്യൂ ബാർ 0, ക്യൂ 0 ആണെങ്കിൽ ക്യൂ ബാർ 1. അതായത് ഒന്ന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരിക. രണ്ടും ഒരിക്കലും ഒരേ പോലെ വരില്ല. കാരണം ഇത് ക്യൂ ആൻഡ് ദിസ് ഇസ് ക്യൂ ബാർ ആണ്. രണ്ടും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താവണം? ക്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ ക്യൂ ബാർ ആയിരിക്കണം. ഇത് ഒന്ന് ക്യൂവും ഒന്ന് ക്യൂ ബാറുമാണ്. സോ ബോത്ത് ദ ഇൻപുട്സ് cannot be high and cannot be low at the same times because they are Q and Q bar. So avoid these set of combinations or bit. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ സെറ്റ് ഓഫ് കോമ്പിനേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ക്യൂ എന്നതിൻ്റെ താഴെ ഒരു ക്രോസ് ഇടുന്നു, ക്യൂ ബാർ എന്ന് പറഞ്ഞതിൻ്റെ താഴെ ഒരു ക്രോസ് ഇട്ട് വെക്കുന്നു. ദീസ് ആർ നോൺ ആസ് ഇൻവാലിഡ് സ്റ്റേറ്റ് അഥവാ ഫോർബിഡൻ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗേറ്റഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ട്രൂത്ത് ടേബിൾ വെച്ച് മനസ്സിലാക്കുക. ക്ലോക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ്സും ആറും ഇനാക്റ്റീവായിട്ട് കിടക്കുന്നു. ക്യൂ എന്താണോ അതേപോലെ ഉണ്ടാവും, ക്യൂ ബാർ എന്താണോ അതും അതേപോലെ തന്നെ കിടക്കും. ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല.
രണ്ടാമത്തെ ക്ലോക്ക് നമ്മൾ 1 ആക്കുന്നു, എസ് 0 ആർ 0. അങ്ങനത്തെ കണ്ടീഷനിലും ക്യൂ ആയിട്ട് കിടക്കും, ക്യൂ ബാർ ആയിട്ട് കിടക്കും. അവിടെയും നോ ചേഞ്ച് സംഭവിക്കുന്നു. മൂന്നാമത്തെ ക്ലോക്ക് 1 ആക്കുമ്പോൾ 0 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റീസെറ്റ് കണ്ടീഷൻ കിട്ടും. 0 1 കിട്ടി, റീസെറ്റ് കണ്ടീഷൻ. ആൻഡ് 1 0 കൊടുക്കുമ്പോൾ 1 0 എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടുന്നു. ആൻഡ് ഫൈനലി 1 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കണ്ടീഷനും നമുക്ക് കിട്ടുന്നില്ല. ബിക്കോസ് ബോത്ത് ദ ഇൻപുട്സ് can never be 0 or never be 1. ഒരിക്കലും 2ഉം 0യും 2ഉം 1ഉം ആവാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ക്യൂ ആൻഡ് ക്യൂ ബാർ. സോ നമ്മൾ എന്ത് ചെയ്യും? വിൽ റെപ്രസെൻറ്റ് ദാറ്റ് ആസ് ഇൻവാലിഡ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഗേറ്റഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക, അതേപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. താങ്ക് യു.